നമസ്കാരം. LDFും UDFും ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പുകൾ ആരംഭിച്ചു. ഓരോ മണ്ഡലത്തിലും നിലവിലുള്ള വോട്ടുകളും വർദ്ധിച്ച വോട്ടുകളും ആർക്ക് അനുകൂലമാകുമെന്ന കണക്കുകൾ ബൂത്തുകളിൽ പൂർത്തീകരിച്ച് മേൽക്കമ്മിറ്റികൾക്ക് നൽകി കഴിഞ്ഞു. ഇടതുമുന്നണി ഏരിയ തലത്തിലാണ് ബൂത്ത് ലെവൽ കണക്കുകളുടെ പരിശോധന നടത്തുക. ലോക്കൽ കമ്മിറ്റികൾ ഇത്തരം കണക്കുകൾ ഏരിയ കമ്മിറ്റികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. UDF ബ്ലോക്ക് കമ്മിറ്റികൾ മുഖേനയാണ് ലോക്സഭാ മണ്ഡലം കമ്മിറ്റികൾക്ക് കണക്കുകൾ നൽകുക. വരുന്ന ശനിയാഴ്ചയോടെ LDFിന്റെ കണക്കുകളുടെ അന്തിമ വിശകലനം പൂർത്തിയാക്കും. ഞായറാഴ്ചയോടെ UDFിന്റെ കണക്കുകൾ സംബന്ധിച്ച തീരുമാനവും പുറത്തുവരും. പ്രത്യേക കോളത്തിൽ ഒരു ബൂത്തിലെ LDF, UDF വോട്ടുകൾ, അനുഭാവികളുടെ വോട്ടുകൾ, മറ്റ് സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ എന്നിവ സംബന്ധിച്ച പട്ടികയാണ് മുന്നണി അടിസ്ഥാനത്തിൽ തയ്യാറാക്കി വരുന്നത്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അതേ വാശിയിൽ LDFും UDFും ജില്ലയിൽ വാക്പോര് തകർക്കുകയാണ്. LDFിനെതിരെ കള്ളവോട്ട് ആരോപണവുമായി UDF രംഗത്തെത്തിയപ്പോൾ പരാജയ ഭീതി കൊണ്ടാണ് UDF ഇത്തരമൊരു കഥ പടച്ചുവിടുന്നതെന്നാണ് LDF തിരിച്ചടിച്ചത്. സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ റെക്കോർഡ് പോളിംഗ് നടന്നത് കണ്ണൂരിലാണ്. 83.05% വോട്ടുകൾ. കണ്ണൂർ മണ്ഡലത്തിൽ ഇരു മുന്നണികളും വിജയപ്രതീക്ഷയോടെയാണ് ഇത്രയധികം വോട്ടിംഗ് ശതമാനത്തെ കാണുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ 81.32 ആയിരുന്നു പോളിംഗ് ശതമാനം. വോട്ടിംഗ് ശതമാനം ഉയർന്നതിൽ പ്രതീക്ഷ വച്ച് പുലർത്തുന്നതിനോടൊപ്പം ഇരു മുന്നണികളിലും ആശങ്കയുമുണ്ട്. അടിയൊഴുക്കുകൾ ആരെ തുണയ്ക്കുമെന്ന് വ്യക്തമല്ല. പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് LDFിന് അനുകൂലമാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. 2009 തെരഞ്ഞെടുപ്പിൽ നിന്നും 2014 പോളിംഗ് ശതമാനം വർദ്ധിച്ചപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതിക്ക് ജയമുണ്ടായതാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് കാരണം. എന്നാൽ UDF പറയുന്നത് മോദി വിരുദ്ധതയും സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പും കാരണമാണ് കണ്ണൂരിലെ പോളിംഗിൽ റെക്കോർഡ് വർധന ഉണ്ടായതെന്നാണ്. അതിനാൽ UDFിന്റെ വിജയം സുനിശ്ചിതമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇടതുമുന്നണി ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കൂടിയത് LDFിന് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. തളിപ്പറമ്പ്, മട്ടന്നൂർ, ധർമ്മടം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് വർധനവ് അവർ ചൂണ്ടിക്കാട്ടുന്നു. LDFിന്റെ വിജയത്തിലേക്കുള്ള സൂചനയാണ് ഇതെന്നും പറയുന്നു. എന്നാൽ ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് UDFിന് വൻ പ്രതീക്ഷയാണുള്ളത്. 2014 കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരിക്കൂർ, പേരാവൂർ മേഖലകളിൽ UDFിനെതിരെ വൻ പ്രതിഷേധം തന്നെ ഉടലെടുത്തിരുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. 2009 നിന്ന് 2014 ഈ മേഖലയിലെ പോളിംഗ് കുറഞ്ഞതാണ് UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ പരാജയത്തിന് കാരണമായതെന്ന് വിലയിരുത്തുന്നു. ഇത് ഇത്തവണ മറികടന്നുവെന്നാണ് UDF വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പുതിയ വോട്ടർമാരുടെ വോട്ടുകൾ ആരെ തുണയ്ക്കുന്നു എന്നത് ഇരു മുന്നണികളിലെയും കണക്കെടുപ്പുകാരെ കുഴയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയത്തോട് വലിയ അഭിമുഖ്യമില്ലാത്ത ന്യൂജൻ വോട്ടർമാരിൽ ഭൂരിഭാഗം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ ആർക്കൊപ്പം എന്ന് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ജയ പരാജയങ്ങൾക്ക് കാരണമാകും.